നമസ്കാരം. തിരുവല്ല നഗരസഭയിലെ ഒരു റീൽസ് അതാണ് ഇപ്പോൾ വലിയ വിവാദം. ഓഫീസിലെ ജീവനക്കാർ ചേർന്ന് ഒരു റീൽസ് എടുക്കുന്നു. ആ റീൽസ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാകുന്നു. വൈറലായതിനു പിന്നാലെ 8 ജീവനക്കാർക്ക് കോർപ്പറേഷൻ സെക്രട്ടറി ഒരു കാരണം കാണിക്കൽ നോട്ടീസ്. താൻ ആരോ ആ സെക്രട്ടറി എന്ന് മാത്രമേ ആ വിഷയത്തിൽ ചോദിക്കാനുള്ളൂ. അതായത് ഈ ദൃശ്യം കണ്ട് ചിലർക്ക് കുരുപൊട്ടുന്നുണ്ടാകും. കേവലം 45 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു റീലാണ്. നമുക്ക് അതിലൊരു ആ ഒരു റീൽ കണ്ടപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്ന് കേട്ടാൽ എത്രയാണോ അതിന്റെ ഡ്യൂറേഷൻ അത്രയേ ഉള്ളൂ. 45 സെക്കൻഡിനകത്ത് ഒറ്റ ഫ്രെയിമിൽ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ അത് കാണുമ്പോൾ എനിക്ക് തോന്നിയത്, അതായത് ഒരു ബ്ലൂ ഷർട്ട് ഇട്ട വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന ആ ഫ്രെയിം നേരെ ഒന്ന് ജസ്റ്റ് പാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് തിരിക്കുക. എവിടെ? നേരെ നിൽക്കുന്ന ഒരു സ്ത്രീയിലേക്ക് തിരിക്കുന്നു. ആ സ്ത്രീ നടന്നു വരുന്നു, പയ്യൊന്ന് 2 സ്റ്റെപ്പ് വെച്ച് നടന്നു വരുന്നു. ഒരാളിലേക്ക് ഒരു ഫയൽ കൊടുക്കുന്നുണ്ട്. ആ ഫയൽ കൊടുത്തതിന് ശേഷം ഒരു വരി പാട്ട് അവർ പാടുന്നുണ്ട്. തിരിച്ചൊരു മറുപടി എന്നുള്ള നിലയ്ക്ക് മറ്റേയാൾ പാടുന്നുണ്ട്. അത് ദേവദൂതൻ എന്ന സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന സിനിമയുടെ ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ്. റീൽസ് അറിയാലോ, ഏതെങ്കിലും പാട്ടിന്റെ മധ്യഭാഗത്തുള്ള വരികളാണ് റീൽസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് തൊട്ടടുത്ത ആളുടെ കൈമാറുന്നുണ്ട്. സൈഡിൽ ഇരുന്ന 3 പേർ അതിന് ഒരു ഹമ്മിങ് ഇടുന്നുണ്ട്. ഇതാണ് ഒറ്റ ഫ്രെയിമിൽ പരിപാടി ഇടുന്നത്. ഇത് റിഹേഴ്സൽ എടുക്കാനെങ്ങാനും ഒരു 5-6 ടേക്ക് എങ്ങാനും ചിലപ്പോൾ എടുത്തു കാണും. അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിൽ ഇത്ര വലിയ ഗുരുതരമായ തെറ്റ്? ഒരു പക്ഷേ ആ ഓഫീസിൽ കുറച്ച് ആൾക്കാർ വന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിൽക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഇവർ ഇത് ചെയ്തു. തെറ്റാണ്, നടപടി ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ ഓഫീസിനെ സംബന്ധിച്ച് വ്യാപക പരാതിയാണ്. ഒരു തരത്തിലുള്ള ജോലികളും ചെയ്യാതെ ഇത്തരം റീൽസ് മാത്രം എടുക്കുന്നവരാണെന്നുള്ള വ്യാപക പരാതി ഉണ്ടെങ്കിലും ഇത്തരം ഒരു കാരണം കാണിക്കൽ നോട്ടീസിന് ന്യായമുണ്ടെന്ന് പറയാം. ഈ സർക്കാർ ചട്ടങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ്. അതായത് ജോലി സന്ദർഭങ്ങളിൽ സോഷ്യൽ മീഡിയ ഫോണോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സർക്കാർ ചട്ടം ഉണ്ടെന്ന്. ഓക്കെ, ചട്ടമൊക്കെ ശരി തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഒരു ഞായറാഴ്ച ദിവസം ഇവർ അധികം ജോലിക്ക് വന്നതിന്റെ കൂട്ടത്തിൽ ഒരു ലെഷർ ടൈമിൽ എടുത്ത വീഡിയോ എന്നാണ് അറിയാൻ പറ്റുന്നത്. അത് ഒരു വലിയ സംഭവമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ ജീവനക്കാർക്കെതിരെ ഇപ്പൊ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു മൂഢത്തരമാണ്. ഒരു വർക്കിംഗ് കൾച്ചർ, അതായത് ഒരു വർക്ക് സ്പേസിലെ ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ജോയ്ഫുൾ ആയിട്ടും കുറച്ച് ഈ സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാതെയൊക്കെ ജോലി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാര്യം അതിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിന്റെ ഗുണം കിട്ടുന്നത് അവിടെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വരുന്നതാണ്. കാര്യം ഒരു സീറ്റിൽ ഇരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ മസിൽ പിടിച്ചേ ഇരിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഒരു പഴയ കാലഘട്ടമല്ലേ? ആ കാലഘട്ടത്തിൽ ഈ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ആൾ ഒരു രാജാവായിട്ട് താഴെയുള്ളവരെ കാണുന്നവരുടെ പ്രശ്നമാണ് ഇത്. അവിടുത്തെ സാധാരണ ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് തന്നെ അത്ര വലിയ തെറ്റായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു കൃഷ്ണകുമാർ വക്കീലുണ്ട്. ആ ഗണത്തിൽ പെടുത്താൻ പറ്റും. കൃഷ്ണകുമാർ വക്കീലിനെ അറിയില്ലേ? പണ്ട് 2 യുവ ഡോക്ടർമാർ റാസ്പുട്ടിൻ പാട്ടിൽ, അതായത് ജാനകിയും റസാഖോ എന്താണ് പേര്, ഒരു മുസ്ലിം പയ്യനും കൂടി ചേർന്ന്, അതായത് 2 യുവ ഡോക്ടർമാർ, അവർ റാസ്പുട്ടിൻ ഡാൻസിനെ ഗംഭീരമായി ചിത്രീകരിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ വെക്കുകയും വൈറലാകുകയും ചെയ്തു. കണ്ട ഉടനെ നമ്മുടെ കൃഷ്ണകുമാർ വക്കീലിന്റെ കുരു പൊട്ടി. എങ്ങനെ കണ്ടില്ലേ? ഹിന്ദു ആയതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. ആർക്ക്? ജാനകിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കൊത്തിക്കൊണ്ടു പോകും, കാക്ക കൊത്തു എന്നുള്ള നിലയ്ക്ക് അതിനെ വർഗീയമാക്കുകയാണ്. അതേപോലെയുള്ള ചിന്താഗതിയുള്ള കുറെ മൂരാച്ചിമാർ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ മുരടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരാളാണോ ഈ സെക്രട്ടറി എന്ന് തോന്നിപ്പോവുകയാണ്. കാര്യം ഇത്തരം സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു കാര്യമായിട്ട് എന്താണ് ഇങ്ങനെ നടക്കാനുള്ള കാര്യമെന്ന് ചിന്തിക്കാതെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നതിന് അനുസരിച്ചൊക്കെ നീങ്ങാൻ നിന്നാൽ അതിനെ സമയം കാണത്തുള്ളൂ. ഇതിപ്പോ അവിടെ നോക്കുമ്പോൾ ഓഫീസിലൊന്നും ആരും വന്നിട്ടില്ല, ഒഴിവൊരു സമയമാണ്. ആ സമയത്തിനിടയിൽ ഒരു ചെറിയ റീലേ 45 സെക്കൻഡല്ലേ ഉള്ളൂ. ഇതിനെയൊക്കെ അങ്ങ് പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു, വലിയ വാർത്തയാക്കി. ആ ജീവനക്കാർക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിപ്പോ ഒരു വലിയ ചർച്ചാ വിഷയമാക്കി. ആ ചെയ്തിരിക്കുന്നത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു വർക്ക് എൻവയോൺമെന്റ് കാണുമ്പോൾ ആർക്കായിരുന്നാലും തോന്നുക ഇങ്ങനെയൊക്കെ ഒരു ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവമില്ലാതെ ഈ ശത്രുതാ മനോഭാവമില്ലാതെ സൗഹൃദം സൂക്ഷിക്കുക. സൗഹൃദത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഓഫീസിലെ തന്നെ വർക്ക് കൾച്ചറിലും വളരെ പോസിറ്റീവ്നെസ് ഉണ്ടാകും. അവിടുത്തെ വർക്ക് സ്പേസിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരു എനർജി ഉണ്ടാകും. മറ്റത് വളരെ മസിൽ പിടിച്ചിരുന്ന് സ്ട്രെസ്ഫുൾ ആയിട്ട് മാത്രമേ ജോലി ചെയ്യാവൂ എന്നുള്ള രീതിയിലൊക്കെ നിബന്ധന പിടിച്ചാൽ, അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ ആ രീതിയിലൊക്കെ വാശി പിടിക്കുകയോ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ എന്തിന്? അവർ അങ്ങനെയുള്ളവരല്ല എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഞായറാഴ്ചയാണ് ചെയ്തത്. അവർ അഡീഷണൽ ആയ വർക്ക് തീർക്കാൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ. അന്നപ്പോ അവിടെ വിസിറ്റേഴ്സോ ആവശ്യക്കാരൊന്നും വരാനില്ല. അപ്പോ ഒരു റീൽ ചെയ്താൽ എന്താ തല പോകുന്ന കേസാണോ?
ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് വലിയ വിഷയമാക്കാൻ പോകുന്ന ഈ സെക്രട്ടറിമാരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ രാജകൽപ്പനകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. എന്റെ കീഴിലിരിക്കുന്നവർ എന്തിരിക്കണം, അവർ മറ്റേ പട്ടാള ചിട്ടയിലുള്ളവരായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് മഹാമോശമാണ്. ആ ജീവനക്കാരുടെ ആ പരിപാടി കാണുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത്. ചിലർ പറയുന്ന കേട്ടോ ഇനിയിപ്പോ ആടി പാടാം ജോലി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ എന്റർടൈൻമെന്റ് ആണ്, റീൽസ് എടുക്കാമെന്നൊക്കെ. മണ്ട പോയ അല്ലെങ്കിൽ മുരടിച്ച ചിന്താഗതിക്കാരാണ്, അതൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. റീൽസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിന് ജനങ്ങൾക്കൊപ്പം ചേർന്നിരിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ്. ഡിജിറ്റൽ കാലഘട്ടം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓരോരുത്തർക്കും അവരുടെ കഴിവ് പുറത്തേക്ക് കാണിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു അവസരമാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അത് ഒരുപക്ഷെ ഓഫീസിന്റെ പ്രവർത്തനത്തെ പോലും താളം തെറ്റിച്ചുകൊണ്ട് ഇത് മാത്രമായിട്ട് നടക്കുകയാണെങ്കിൽ നടപടി തന്നെ വേണം, ഒരു സംശയം വേണ്ട. ഇതിപ്പോ ഒരെണ്ണം എടുത്തത് ശ്രദ്ധിക്കപ്പെട്ടു, അതിലെന്തിനാണ് ഇത്ര വലിയ ആവേശ് കുമാറിനാകുന്നു എന്ന് സെക്രട്ടറി അടുത്ത് ചോദിക്കുകയാണ്. കളയവുക, ഇതൊക്കെ എന്താണ്? നിങ്ങളുടെ വീട്ടിലെ മക്കളായിരുന്നാലോ അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ജോലി ചെയ്തൊക്കെ വളരട്ടെ. ഈ സ്ട്രെസ്ഫുൾ ജീവിതങ്ങൾക്കിടയിലൊക്കെ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ഒരു ചെറിയ വീഡിയോ എടുത്തു, ആ വീഡിയോ വലിയ ഹിറ്റ് ആകുമ്പോൾ ഈ നാട്ടിൽ എന്തിന് ഏതിനും നെഗറ്റീവ് കണ്ടെത്താൻ നടക്കുന്ന കുറെ നെഗറ്റീവ് ഓളികളുണ്ട്. അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എല്ലാ കാര്യത്തിനും പറ്റില്ല, അല്ലെങ്കിൽ അവർ ഉടനടി ഇതൊക്കെ അങ്ങനെയല്ലേ, സർവീസ് റൂൾ അറിയില്ല എന്നൊക്കെ ചോദിച്ചാൽ സർവീസ് റൂളൊക്കെ അറിയാം. സർവീസ് റൂളിൽ ഈ നൂലിപ്പിടിച്ച് നടക്കാൻ പറ്റും എല്ലാ കാര്യത്തിലും. ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേരുമ്പോഴാണ് ഒരു ഓഫീസ് അന്തരീക്ഷം കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുകയും ആ ഓഫീസിലുള്ളവരെല്ലാം വളരെ എനർജറ്റിക് ആയിട്ടൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്നത്. അതൊക്കെ അങ്ങ് കണ്ണടച്ചു കൊടുക്കാതെ ഇതിനെയൊക്കെ വലിയ സംഭവമാക്കി മാറ്റുന്ന ചില മൂരാച്ചിമാരെ കൊണ്ട് ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ കോർപ്പറേഷൻ സെക്രട്ടറി ആ കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസ് തിരിച്ച് പിൻവലിക്കുന്നതാണ് അന്തസ് എന്ന് പറയാണ്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉൾപ്പെടെയുള്ളവരൊന്നും വലിയ സംഭവമായിട്ട് കാണാൻ പോകുന്നില്ല. വളരെ നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ, അത് ആ ജീവനക്കാരുടെ ഇടയിലുള്ള ഒരു മാനസിക ഐക്യത്തെ കൂടി തുറന്നു കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.